അയാളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റോങ്ഫുൾ പ്രോസിക്യൂഷൻ നടത്തിയ കേസാണ് ഇത് എങ്കിൽ അങ്ങനെ ദിലീപ് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നതിന് ദിലീപ് കോടതിയെ സമീപിക്കണം എന്നാണ് ഞാൻ പറയുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂസ് മിനിറ്റ് പുറത്തുവിട്ട് ഈ പൾസർ സുനിയുടെ ഒരു സംഭാഷണം ഉണ്ടല്ലോ. ആ സംഭാഷണത്തിൽ ഈ പൾസർ സുനി പറയുന്നൊരു കാര്യമുണ്ട്. അവരെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു കോഴിയെ പിടിക്കുന്നത് പോലെയുള്ളൊരു പരിപാടിയല്ലേ അത് എന്ന് പറഞ്ഞാൽ എത്ര നിസ്സാരമായിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് നോക്കൂ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഗുണ്ടകൾക്ക് അവർക്ക് ഒരാളെ ടാർഗറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കോഴിയെ പിടിക്കുന്ന ലാഘവത്തോടെ, നൗഫലിനെ എന്നെയും പിടിക്കുന്ന കാര്യമല്ല, നമ്മുടെ ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു സെലിബ്രിറ്റിയെ പിടിച്ചു കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അതൊരു കോഴിയെ പിടിക്കുന്നത് പോലെ നടക്കാവുന്ന കാര്യമല്ലേ എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ പരിപാടി? ഇത് ഏതാണ് രാജ്യം എന്ന് നമുക്ക് ചോദിച്ചു പോകാവുന്നൊരവസ്ഥയാണ്. അപ്പോൾ കോഴിയെ പിടിക്കുന്ന ലാഘവത്തോടെ ഒരാളെ, ഒരു സിനിമാ നടിയെ അല്ലെങ്കിൽ ആരെയും പിടിച്ചു കൊണ്ടുപോകാൻ പറ്റാവുന്ന തരത്തിൽ അധികാരമുള്ള ഗുണ്ടകൾ ഇവിടെയുണ്ട്. അവർക്ക് വലിയ VIP നെറ്റ്വർക്കിംഗ് ഉണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട്. പക്ഷേ അങ്ങനെ സപ്പോർട്ട് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടുകയോ അവർ നമ്മളൊരു ലീഗൽ ഇതിനകത്തേക്ക് വരികയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്ത കാഴ്ച എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഇന്നലെ ഇപ്പം ദിലീപ് കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചു, പൊതുവായ ചില ജനറിക് സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. പക്ഷേ പിന്നെ അദ്ദേഹം ദ ഹിന്ദുവിനൊരു അഭിമുഖം കൊടുക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കെതിരെ ഗൂഢാലോചന നടക്കുകയാണ്, എൻ്റെ ചില പോലീസ് ഓഫീസേഴ്സ് ചേർന്ന് ഗൂഢാലോചന നടത്തിയിട്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ലൈഫ് ഇല്ലാതാക്കുകയായിരുന്നു എന്ന് പുള്ളി പറയുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന് അങ്ങനെ ആത്മാർത്ഥമായ ഒരു വികാരം ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അദ്ദേഹത്തിന് അത് പറയാം, അതിൻ്റെ റെമഡീസ് എന്താണെന്ന് ആലോചിക്കുകയും ചെയ്യാം. അപ്പോൾ അത് നിയമ നടപടികളെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് എന്നും അദ്ദേഹം ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി കാണുന്ന ഒരാളാണ്. ദിലീപ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഒരു പോലീസ് ഓഫീസർ, ഉന്നതനായ ഒരു പോലീസ് ഓഫീസർ വളരെ ബോധപൂർവം അയാളുടെ ലൈഫ് നശിപ്പിക്കാൻ, ടു സ്പോയിൽ മൈ ലൈഫ് എന്നാണ്, അയാളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റോങ്ഫുൾ പ്രോസിക്യൂഷൻ നടത്തിയ കേസാണ് ഇത് എങ്കിൽ അങ്ങനെ ദിലീപ് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നതിന് ദിലീപ് കോടതിയെ സമീപിക്കണം എന്നാണ് ഞാൻ പറയുക. കാരണം അതൊരു പുതിയൊരു ഡോർ ഓപ്പൺ ചെയ്യട്ടെ. ദിലീപിനെ പോലെ ശക്തനായ സെലിബ്രിറ്റി ആയിട്ടുള്ള, ഏറ്റവും വലിയ ലീഗൽ ബാറ്റിൽ പോലും നയിക്കാൻ ശേഷിയുള്ള, അതിനുള്ള ധനം കയ്യിലുള്ള ഒരാൾ ആ ഒരു ആംഗിളിൽ ഈ കേസിനെ ഫർദർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നമ്മുടെ ലീഗൽ സിസ്റ്റത്തിനകത്ത്, ലീഗൽ ഫ്രെയിംവർക്കിനകത്ത് പുതിയൊരു സംഗതി കൊണ്ടുവരാൻ അത് ഇടയാക്കിയേക്കും.